നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ആമുഖത്തെക്കുറിച്ച് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ആമുഖം എഴുതി കാണിച്ചുകൊണ്ട് നമ്മൾ ആമുഖത്തിൽ വരുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ എന്തെല്ലാമാണ്, അതിലെ സ്റ്റേറ്റിൻ്റെ നേച്ചർ എന്താണ്, ലക്ഷ്യങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് വി ദ പീപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കാണിച്ചിട്ടുള്ള ഓരോ പോയിന്റുകളും എന്തെല്ലാമാണ് എന്നുള്ളത് നമ്മൾ ഓരോ പോയിന്റുകളായിട്ട് എടുത്ത് പരിശോധിക്കുകയാണ്. നമ്മൾ ആദ്യമായി പരിശോധിക്കാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? പരമാധികാരം എന്നുള്ളതാണ്. എന്താണ് പരമാധികാരം അഥവാ സോവർണിറ്റി എന്നുള്ളതാണ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പരമാധികാരം. സോവർണിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്താണ് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം എന്ന് പറയുന്നത്, അതായത് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തരവും വൈദേശികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായി തീരുമാനമെടുക്കുവാനുള്ള പൂർണ്ണമായിട്ടുള്ള ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പരമാധികാരം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് പരമാധികാരം എന്നുള്ളത് അർത്ഥമാക്കുന്നത്? ആഭ്യന്തരവും വൈദേശികവുമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള ആ രാജ്യത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. പൂർണ്ണ സ്വാതന്ത്ര്യത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ പരമാധികാരം എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് പരമാധികാരം? പരമാധികാരം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തരവും വൈദേശികവുമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനായിട്ട് ആ രാജ്യത്തിൻ്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പരമാധികാരം എന്ന് വിളിക്കുന്നത്. 1947 ആഗസ്റ്റ് 15 മുതൽ, വ്യക്തമായി പറഞ്ഞാൽ 1950 ജനുവരി 26 മുതൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പൂർണ്ണമായിട്ടുള്ള ഒരു സ്വതന്ത്ര രാജ്യമാണ്. എന്താണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം? എങ്ങനെയുള്ള രാജ്യമാണ്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പൂർണ്ണമായിട്ട് സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ എന്താണ്? ഒരു രാജ്യത്തിൻ്റെ പുത്രിക രാജ്യം അല്ല. എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു രാജ്യത്തിൻ്റെ പുത്രിക രാജ്യമോ ആശ്രിത രാജ്യമോ അല്ല. എന്താണ്? ഇന്ത്യ പൂർണ്ണമായിട്ടുള്ള എന്താണ്? പൂർണ്ണമായ സ്വതന്ത്ര രാജ്യമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? പൂർണ്ണമായിട്ടുള്ള ഒരു സ്വതന്ത്ര രാജ്യമാണ്. പൂർണ്ണമായിട്ടുള്ള സ്വതന്ത്ര രാജ്യമാണ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ മറ്റൊരു രാജ്യത്തിൻ്റെ പുത്രിക രാജ്യമോ ആശ്രിത രാജ്യമോ അല്ല. നമ്മൾ പൂർണ്ണമായിട്ട് എന്താണ്? സ്വതന്ത്രമായി നിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ നമ്മൾ എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടന, രാജ്യങ്ങളുടെ സംഘടനകളിൽ എന്താണ്? അംഗമാണ്. പിന്നെന്താണ്? നമ്മൾ കോമൺവെൽത്ത് നേഷൻസ്, അതായത് പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കോളനികൾ ചേർന്നുകൊണ്ടുള്ള ഒരു സംഘടനയാണ് എന്താ? കോമൺവെൽത്ത് നേഷൻസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന രാജ്യങ്ങളുടെ സംഘടനയിൽ നമ്മൾ എന്താണ്? നമ്മൾ അംഗങ്ങളാണ്. പക്ഷേ ഈ അംഗം, അതായത് നമ്മൾ ഈ പറയുന്ന സംഘടനകളിൽ അംഗമാണ് എന്നുള്ളത് എന്തല്ല? ഇന്ത്യയുടെ പരമാധികാരത്തെ യാതൊരു രീതിയിലും ബാധിക്കുന്ന വിഷയമല്ല. എന്താണ്? യുണൈറ്റഡ് നേഷൻ ഓഫ് ഓർഗനൈസേഷൻ, കോമൺവെൽത്ത് ഓർഗനൈസേഷൻ എന്നിവയിലെ അംഗത്വം എന്ന് പറയുന്നത് എന്തല്ല? ഇന്ത്യയുടെ പരമാധികാരത്തെ യാതൊരു രീതിയിലും എന്ത് ചെയ്യില്ല? യാതൊരു
രീതിയിലും ബാധിക്കില്ല. യാതൊരു രീതിയിലും ബാധിക്കില്ല. നമുക്കത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അതായത് യുണൈറ്റഡ് നേഷൻസ് ഓഫ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ കോമൺവെൽത്ത് സംഘടനകളോ എന്താണ് ഇന്ത്യയുടെ പരമാധികാരത്തെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഇടപെടുകയും ഇന്ത്യയുടെ പരമാധികാരത്തിനെതിരായിട്ട് ഒരു കാര്യം ചെയ്യണമെന്നോ ആവശ്യപ്പെട്ടാൽ അതനുസരിക്കേണ്ട ബാധ്യത ആർക്കില്ല? ഇന്ത്യ എന്നുള്ള രാജ്യത്തിനില്ല. കാരണം എന്താണ്? ഇന്ത്യ ഒരു പരമാധികാരം അഥവാ സോവർണിറ്റി ഉള്ള രാജ്യമാണ്. ഈ പറയുന്ന UNO, കോമൺവെൽത്ത് ഓർഗനൈസേഷൻ എന്നിവയിലുള്ള അംഗത്വം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ പരമാധികാരത്തെ നമ്മൾ ബലി കഴിച്ചിട്ടുള്ളതല്ല. അല്ലെങ്കിൽ എന്താണ്? നമ്മളുടെ പരമാധികാരത്തെ ഇതൊന്നും ബാധിക്കില്ല. നമ്മളുടെ പരമാധികാരത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇവർ അഭിപ്രായം പറഞ്ഞാൽ അത് അനുസരിക്കേണ്ട ബാധ്യത ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഇല്ല. മാത്രമല്ല, ഇനി അടുത്ത പോയിന്റ് എന്താണ്? പരമാധികാരവുമായിട്ടുള്ള ബന്ധപ്പെട്ട് എന്താണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഒരു പരമാധികാരമായിട്ടുള്ള രാജ്യം എന്നുള്ള നിലയ്ക്ക് എന്താണ് മറ്റു പ്രദേശങ്ങൾ കീഴടക്കുവാനും സ്വന്തം പ്രദേശങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് വിട്ടുകൊടുക്കുവാനുള്ള അധികാരം ആർക്കുണ്ട്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഉണ്ട്. അപ്പോൾ എന്താണ് പരമാധികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഒരു പരമാധികാര രാജ്യം എന്നുള്ള നിലയിൽ മറ്റു ഭൂപ്രദേശങ്ങൾ കീഴടക്കുവാനും സ്വന്തം ഭൂപ്രദേശങ്ങൾ വിട്ടു നൽകുവാനും ആർക്ക് കഴിയും? ഇന്ത്യ എന്ന രാജ്യത്തിന് കഴിയും. എന്താണ് കാരണം? കാരണം ഇന്ത്യ ഒരു പരമാധികാര രാജ്യമാണ്. അപ്പോൾ പോയിന്റുകൾ ഒരിക്കൽ കൂടി നോക്കുക. ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു പരമാധികാര രാജ്യമാണ്. എന്താണ് പരമാധികാരം? പരമാധികാരം എന്നുള്ളത് ആഭ്യന്തരവും വൈദേശികവുമായിട്ടുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള ആ രാജ്യത്തിന്റെ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പരമാധികാരം എന്ന് പറയുക. ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? പൂർണ്ണമായിട്ടൊരു സ്വതന്ത്ര രാജ്യമാണ്. അതായത് ഇന്ത്യ ഒരു മറ്റൊരു രാജ്യത്തിന്റെ ആശ്രിത രാജ്യമോ പുത്രിക രാജ്യമോ അല്ല. മാത്രമല്ല, യുണൈറ്റഡ് നേഷൻസ് ഓഫ് ഓർഗനൈസേഷൻ, കോമൺവെൽത്ത് രാജ്യങ്ങളുടെ അംഗത്വം എന്നിവ എന്താണ്? ഇന്ത്യയുടെ പരമാധികാരത്തെ എന്ത് ചെയ്യില്ല? യാതൊരു രീതിയിലും ബാധിക്കുകയില്ല. ഒരു പരമാധികാര രാജ്യം എന്നുള്ള നിലക്ക് മറ്റുള്ള ഭൂപ്രദേശങ്ങൾ കീഴടക്കുവാനും സ്വന്തം ഭൂപ്രദേശങ്ങൾ വിട്ടു നൽകുവാനും ആർക്ക് കഴിയും? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് കഴിയും. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ആദ്യത്തെ പോയിന്റ് ആയിട്ടുള്ള പരമാധികാരം എന്നുള്ളതിന്റെ അർത്ഥം. ഇനി നമ്മളുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, സോഷ്യലിസം എന്ന് പറയുന്നത്. എന്താണ് സോഷ്യലിസം എന്ന് പറയുന്നത്? ഈ സോഷ്യലിസം എന്ന് പറയുന്ന പദം ഇന്ത്യൻ ഭരണഘടനയുടെ ആരംഭത്തിൽ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ എന്താണ് സോഷ്യലിസം എന്ന് പറയുന്ന പദം എവിടെ ഉണ്ടായിരുന്നില്ല? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലേക്ക് നമ്മൾ സോഷ്യലിസം എന്ന പദം ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുന്നത് 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അപ്പോൾ സോഷ്യലിസം എന്ന് പറയുന്ന പദം നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത് എന്നാണ്? അത് 1976 42 ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സോഷ്യലിസം എന്ന് പറയുന്ന പദം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂട്ടിച്ചേർക്കുന്നത്. ഈ 42 ഭരണഘടനാ ഭേദഗതി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? 42 ഭരണഘടനാ ഭേദഗതി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. എന്താണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരു തവണ മാത്രമേ എന്തിന് വിധേയമായിട്ടുള്ളൂ? ഭരണഘടനാ ഭേദഗതിക്ക് വിധേയമായിട്ടുള്ളൂ. ഇത് 1976 നടന്ന 42 ഭരണഘടനാ ഭേദഗതിയിലാണ് അത് നടന്നത്. ആ ഭരണഘടനാ ഭേദഗതി അറിയപ്പെടുന്ന പേരാണ് എന്തെന്നുള്ളത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് മോഡലിനെ കുറിച്ച്
പ്രമേയം പാസാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഏതാണ്? അത് 1955 നടന്ന ആവടി സമ്മേളനമാണ്. എന്താണ്? 1955 INC സമ്മേളനം എവിടെയാണ് നടന്നത്? ആവടി. ആവടി എവിടെയാണ്? ആവടി തമിഴ്നാട്ടിലാണ്. ആവടി തമിഴ്നാട്ടിലാണ്. 1955 INCയുടെ ആവടി സമ്മേളനം നടക്കുന്നത്. ഇതിന്റെ അധ്യക്ഷനായിരുന്നു ആരാ? UN ദേബർ എന്ന് പറയുന്നത്. ആരാണ്? UN ദേബർ ആയിരുന്നു എന്തിന്റെ? ആവടി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഇന്ത്യൻ സോഷ്യലിസത്തെ കുറിച്ച് പ്രമേയം പാസാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനമായിരുന്നു എന്തെന്ന് പറയുന്നത്? ആവടി സമ്മേളനം എന്ന് പറയുന്നത്. അപ്പോ ഇനി നമുക്ക് എന്താണ്, നമ്മളിപ്പോൾ ഇത്രയും നേരം എന്താണ് സോഷ്യലിസം എന്ന് പറയുന്ന പദം കൂട്ടിച്ചേർത്തെന്ന് പറഞ്ഞു. അതായത് ഇന്ത്യൻ സോഷ്യലിസത്തെ കുറിച്ച് എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രമേയം പാസാക്കിയെന്ന് പറഞ്ഞു. എന്താണ് സോഷ്യലിസം? എന്താണ് സോഷ്യലിസം? എന്താണ് സോഷ്യലിസം എന്ന് പറയുന്നത്? സോഷ്യലിസം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനമാണ്. എന്താണ് സോഷ്യലിസം എന്ന് പറയുന്നത്? എന്താണ്? ഒരു രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോഷ്യലിസം എന്ന് പറയുന്നത്. രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യലിസം എന്ന് പറയുന്നത്. അതിങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഒരു രാജ്യത്തിന്റെ എല്ലാവിധ ഉൽപാദന വിതരണ മേഖലകൾ എല്ലാം തന്നെ എന്താണ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോഷ്യലിസം എന്ന് പറയുന്നത്. എന്താണ്? ഒരു രാജ്യത്തിന്റെ എല്ലാവിധ ഉൽപാദന വിതരണ മേഖലകളും വാണിജ്യ വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഉൽപാദന വിതരണ മേഖലകളും കൈകാര്യം ചെയ്യുന്നത് ആരായിരിക്കും? ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ സർക്കാരായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോഷ്യലിസം എന്ന് പറയുന്നത്. എന്താണ്? രാജ്യത്തിന്റെ എല്ലാവിധ ഉൽപാദന വിതരണ മേഖലയും ആര് നിയന്ത്രിക്കുന്നു? സ്റ്റേറ്റ് നിയന്ത്രിക്കുന്നു. ഇത്തരത്തിലുള്ള എന്തിനെയാണ്? രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോഷ്യലിസം എന്ന് പറയുന്നത്. രണ്ട് രീതിയിലാണ് സോഷ്യലിസം ഉള്ളത്. എന്തെല്ലാം രണ്ട് രീതികൾ എന്താണ്? പ്രധാനപ്പെട്ട രണ്ട് സോഷ്യലിസ്റ്റ് രീതികൾ എന്ന് പറയുന്നത് ഒന്ന് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസമാണ്. ഒന്നാമത്തേത് എന്താണ്? കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസവും. രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തേത് ഇന്ത്യൻ സോഷ്യലിസവുമാണ്. എന്താണ്? ഒന്നാമത്തേത് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം, രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തേത് ഇന്ത്യൻ സോഷ്യലിസം. ഇന്ത്യൻ സോഷ്യലിസം. ഈ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസത്തിന്റെ മറ്റൊരു പേരാണ് സ്റ്റേറ്റ് സോഷ്യലിസം എന്നുള്ളത്. എന്താണ്? കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസത്തിന്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റേറ്റ് സോഷ്യലിസം. സ്റ്റേറ്റ് സോഷ്യലിസം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസത്തിന്റെ മറ്റൊരു പേരാണ്. എന്താ? സ്റ്റേറ്റ് സോഷ്യലിസം എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്റ്റേറ്റ് സോഷ്യലിസം എന്ന് പറയുന്നത്? അതെ, നമ്മൾ സോഷ്യലിസത്തിന് പറഞ്ഞ ആ ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെയും നമ്മൾ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസത്തിനും ഉപയോഗിക്കുന്നത്. അതായത് ഒരു രാജ്യത്തിന്റെ വാണിജ്യ വ്യവസായപരമായിട്ടുള്ള എല്ലാവിധ ഉൽപാദന വിതരണ മേഖലകളും ആരാണ് കൈകാര്യം ചെയ്യുക? സർക്കാരായിരിക്കും കൈകാര്യം ചെയ്യുക. മാത്രമല്ല എന്താണ്? അവിടെ സ്വകാര്യ സ്ഥാപനങ്ങളെ നിരോധിക്കുകയും ചെയ്യും. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഉൽപാദന വിതരണ മേഖലകളിൽ എന്ത് ചെയ്യാൻ കഴിയില്ല? യാതൊരുവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്തുവാനായിട്ട് സാധിക്കുകയില്ല. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അല്ലെങ്കിൽ എന്താണ്? സ്റ്റേറ്റ് സോഷ്യലിസം എന്ന് പറയുന്നത്. എന്താണ്? ഒരു രാജ്യത്തിന്റെ എല്ലാവിധ ഉൽപാദന വിതരണ മേഖലകളും ആര് കൈകാര്യം ചെയ്യും? സർക്കാർ നിയന്ത്രിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യും.
മാത്രമല്ല അവിടെ എന്താണ്, സ്വകാര്യ വ്യക്തികളെ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളെ എന്ത് ചെയ്യുന്നു, സ്വകാര്യ സ്ഥാപനങ്ങളെ നിരോധിക്കുകയും ചെയ്യുന്നു. സ്വകാര്യ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നു, നിരോധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു സാമ്പത്തിക രാഷ്ട്രീയ സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം എന്ന് പറയുന്നത്. അതായത് എല്ലാവിധ ഉൽപാദന വിതരണ മേഖലകളും എല്ലാ കാര്യങ്ങളും ആര് കൈകാര്യം ചെയ്യുന്നു, സർക്കാർ കൈകാര്യം ചെയ്യുന്നു. അതിനുശേഷം സർക്കാർ എന്ത് ചെയ്യുന്നു, അത് എല്ലാവിധപ്പെട്ട ജനങ്ങൾക്കുമായിട്ട് എന്ത് ചെയ്യുന്നു, വീതിച്ചു നൽകുന്നു. ഇതിനെയാണ് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ എന്താണ്, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസത്തിൽ എന്തില്ല, വ്യക്തികളില്ല, സ്റ്റേറ്റിനാണ് പ്രാധാന്യം. സ്റ്റേറ്റ് എന്താണ്, ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും അതുപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം എന്ന് പറയുന്നത്. പറയുമ്പോഴും കേൾക്കുമ്പോഴും വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസത്തെ തോന്നും. പക്ഷെ നിർഭാഗ്യവശാൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം എന്നുള്ളത് നടപ്പിലാക്കിയ എല്ലാ സ്ഥലങ്ങളിലും വമ്പൻ പരാജയമായിരുന്ന ഒരു ആശയമാണ് കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസവും എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇന്ത്യൻ സോഷ്യലിസമാണ്. ഇന്ത്യൻ സോഷ്യലിസം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസത്തിൽ വ്യക്തിയില്ല, വ്യക്തിക്ക് സ്വത്തില്ല, യാതൊന്നുമില്ല. എന്നാൽ ഇന്ത്യൻ സോഷ്യലിസം എന്ന് പറയുന്നത് എന്താണ്, കുറച്ചും കൂടി വിശാലമായ ചിന്താഗതിയുള്ള ഒരു സോഷ്യലിസ്റ്റ് ചിന്താ രീതിയാണെന്ന് പറയുന്നത് ഇന്ത്യൻ സോഷ്യലിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് അറിയപ്പെടുന്നത് ഡെമോക്രാറ്റിക് സോഷ്യലിസം അഥവാ ജനാധിപത്യ സോഷ്യലിസം എന്നാണ്. ഇന്ത്യൻ സോഷ്യലിസത്തിന്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത് ജനാധിപത്യ സോഷ്യലിസം. എന്താണ്, ജനാധിപത്യ സോഷ്യലിസം. ജനാധിപത്യ സോഷ്യലിസം അഥവാ ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന് പറയും. എന്താണ് ഇതിന്റെ പ്രത്യേകത? നമ്മൾ ഇവിടെ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസത്തിൽ പറഞ്ഞു എന്താണ്, എല്ലാ ഉൽപാദന വിതരണ മേഖലകളും ആരാണ് കൈകാര്യം ചെയ്യുന്നത്, സർക്കാരാണ്. അവിടെ ആരില്ല, സ്വകാര്യ വ്യക്തികളോ സ്വകാര്യ സ്ഥാപനങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നു, നിരോധിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് എന്ത്, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യൻ സോഷ്യലിസത്തിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്, ഇവിടെ സർക്കാരിനോടൊപ്പം തന്നെ ആരും ഈ പറയുന്ന സ്വകാര്യ വ്യക്തികളും അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളും എന്തിൽ പങ്കാളികളാകുന്നു, ഉൽപാദന വിതരണ മേഖലകളിൽ പങ്കാളികളാകുന്നു. ഇത്തരത്തിലുള്ള ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇന്ത്യൻ സോഷ്യലിസം എന്ന് പറയുന്നത്. എന്താണ്, സ്വകാര്യ വ്യക്തികളും സർക്കാരും ഒരുമിച്ച് എന്തിൽ പങ്കാളികളാകുന്നു, ഈ പറയുന്ന ഉൽപാദന വിതരണ മേഖലകളിൽ എന്ത് ചെയ്യുന്നു, പങ്കാളിത്തം വഹിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇന്ത്യൻ സോഷ്യലിസം എന്ന് പറയുന്നത്. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ നമ്മൾ ആദ്യകാലങ്ങളിൽ വിളിച്ചിരുന്നത് ഈ പറയുന്ന ഇന്ത്യൻ സോഷ്യലിസത്തെയാണ്. എന്നാൽ 1991 മൻമോഹൻ സാമ്പത്തിക അതായത് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ, മൻമോഹൻ സിംഗ് ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ എന്താണ്, ഇന്ത്യയിൽ എന്താണ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നിവ നടപ്പിലാക്കി. അത് പ്രകാരം എന്താണ്, നിലവിൽ എന്താണ്, ഇന്ത്യയിൽ എന്തില്ല, ഈ പറയുന്ന മിക്സഡ് സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യൻ സോഷ്യലിസം എന്നുള്ളത് എന്താണ്, ഭരണഘടനയുടെ ആമുഖത്തിൽ മാത്രമേ ഉള്ളൂ, എവിടെയില്ല, ഇന്ത്യയിൽ ഇല്ല. കാരണം എന്താണ്, ആധുനികവൽക്കരണം അല്ലെങ്കിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, LPG എന്ന് വിളിക്കും. ഇത് നടപ്പിലാക്കി 1991 നവ ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കുന്നത്. ഇതോടുകൂടി എന്താ അവസാനിച്ചു, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് കൺസെപ്റ്റുകൾ അവസാനിച്ചു എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള വസ്തുത. അപ്പോൾ നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, മതേതരത്വം അഥവാ സെക്യുലറിസം എന്ന് പറയുന്നത്. മതേതരത്വം അഥവാ സെക്യുലറിസം എന്ന് പറയുന്നത്, മതേതരത്വം എന്ന് പറയുന്ന പദവും എവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എന്താണ്, മതേതരത്വം എന്ന് പറയുന്ന പദം എവിടെ ഉണ്ടായിരുന്നില്ല, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്, അതൊരു മതേതരമായിട്ടുള്ള സെക്യുലർ ഡോക്യുമെന്റ് ആണ്. അവിടെ എന്താണ്, അവിടെ മതേതരത്വം എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറഞ്ഞില്ലെങ്കിലും ആ ഡോക്യുമെന്റ് എന്ത് ടൈപ്പാണ്, അത് സെക്യുലർ ആയിട്ടുള്ള ടൈപ്പാണ്. എന്നിരുന്നാലും 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു, മതേതരത്വം എന്ന് പറയുന്ന പദവും എവിടെ കൂട്ടിച്ചേർത്തു, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു എന്നാണ് 1976 42 ഭരണഘടനാ ഭേദഗതി അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പ്രകാരമാണ് എന്താ, മതേതരത്വം അഥവാ സെക്യുലറിസം എന്ന് പറയുന്ന പദം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ എന്താണ് സെക്യുലറിസം?
നമ്മൾ പറഞ്ഞതാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷ സ്വഭാവങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. എന്താണ്? സെക്യുലറിസം എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ ആശയമാണ്. അതായത് മതം സ്റ്റേറ്റിൽ നിന്നും വിഭിന്നമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ ആശയത്തിന്റെ അർത്ഥം. അതായത് മതകാര്യങ്ങളിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഭരണകൂടമോ ഭരണകാര്യങ്ങളിൽ മതമോ ഇടപെടില്ല എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത് മതേതരത്വം അല്ലെങ്കിൽ സെക്യുലറിസം എന്നുള്ള പദം കൊണ്ട് വെസ്റ്റേൺ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതെന്താണ്? കുറച്ചുകൂടി വിശാലമായിട്ടുള്ള അർത്ഥത്തിലാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മതേതരത്വം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ സ്വീകരിച്ചിട്ടുള്ളത്. ഈ പറയുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ പോലെ അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുകയല്ല, മതേതരത്തെ എടുത്ത് ഇന്ത്യയിലേക്ക് പറിച്ചു നടുകയല്ല ചെയ്തത്. പകരം എന്താണ്? കുറച്ചുകൂടി ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു ഇന്ത്യൻ മതേതരത്വം രൂപപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ ചെയ്തത്. അപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മതേതരത്വം എന്ന് പറയുന്ന പദം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി മാറുന്നത്. എന്താണ് മതേതരത്വം? അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ മത ഇതരമായിട്ടുള്ള അവസ്ഥയാണ് മതേതരത്വം. നമ്മൾ എല്ലാവരും പറയും എല്ലാ മതങ്ങളും തുല്യമാണ്, അത് ശരിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് മത ഇതരമായിട്ടുള്ള ഒരു സ്റ്റേറ്റിന്റെ അവസ്ഥയാണ് എന്തെന്ന് പറയുക മതേതരത്വം എന്ന് പറയുന്നത്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് എന്തില്ല? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഔദ്യോഗികമായിട്ടൊരു മതമില്ല. എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഔദ്യോഗികമായിട്ടൊരു മതമില്ല. എന്താണ്? ഔദ്യോഗികമായി ഒരു മതം ഇല്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഔദ്യോഗികമായിട്ട് ഒരു മതം ഇല്ല. അതുകൊണ്ടാണ് നമ്മളുടെ രാജ്യത്തെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? നമ്മളുടെ രാജ്യത്തെ നമ്മൾ റിപ്പബ്ലിക് ഓഫ് ഹിന്ദു അല്ലെങ്കിൽ റിപ്പബ്ലിക് ഓഫ് ഇസ്ലാം അല്ലെങ്കിൽ റിപ്പബ്ലിക് ഓഫ് ക്രിസ്ത്യൻ എന്നല്ല നമ്മളുടെ രാജ്യത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. നമ്മൾ എന്താണ് നമ്മളുടെ രാജ്യത്തെ വിശേഷിപ്പിക്കുന്നത്? ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഔദ്യോഗികമായിട്ടൊരു മതമില്ല എന്നുള്ളതാണ് അതിന് കാരണം. മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു മതത്തെയും എന്ത് ചെയ്യുന്നില്ല? പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു മതത്തെയും എന്ത് ചെയ്യുന്നില്ല? പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എല്ലാ മതങ്ങൾക്കും തുല്യമായിട്ടുള്ള പരിഗണന നൽകുന്നു. എന്താണ്? എല്ലാ മതങ്ങൾക്കും എന്ത് നൽകുന്നു? എല്ലാ മതങ്ങൾക്കും തുല്യമായ പരിഗണന നൽകുന്നു. മതങ്ങൾക്ക് മാത്രമല്ല, മതം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കും ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കും എന്ത് ചെയ്യുന്നു? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തുല്യമായിട്ടുള്ള പരിഗണന നൽകുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഇൻ ദ നെയിം ഓഫ് ദ ഗോഡ്, ദൈവനാമത്തിൽ എന്ന് പറഞ്ഞ് ആരംഭിക്കാതെ എങ്ങനെയാണ് ആരംഭിച്ചത്? ഇന്ത്യൻ ഭരണഘടന ആരംഭിച്ചത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എങ്ങനെയാണ്? നാം ഇന്ത്യയിലെ ജനങ്ങൾ. ലോകത്തിലുള്ള ഒരുപാട് രാജ്യത്തിന്റെ ഭരണഘടനകൾ ഇൻ ദ നെയിം ഓഫ് ദ ഗോഡ്, ദൈവനാമത്തിൽ ആരംഭിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്നത് എങ്ങനെയാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന്റെ കാരണമാണ് പറയുന്നത്. എന്താണ്? ഇവിടെ എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്നു, മതവിശ്വാസം ഇല്ലാത്തവരെയും എന്ത് ചെയ്യുന്നു? തുല്യമായി തന്നെ ഈ ഭരണഘടന പരിഗണിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളുടെ ഭരണഘടനയുടെ ആമുഖം അങ്ങനെ ആരംഭിക്കുന്നത്. അപ്പൊ എന്താണ് മതേതരത്വം എന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് എന്താണ്? ഔദ്യോഗികമായിട്ടൊരു മതമില്ല. ഒരു മതത്തെയും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പ്രോത്സാഹിപ്പിക്കുന്നില്ല. എല്ലാ മതങ്ങളെയും എന്ത് ചെയ്യുന്നു? ഒരുപോലെ ബഹുമാനിക്കുകയും തുല്യ പരിഗണന നൽകുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത്. 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എന്ത് ചെയ്യുന്നത്? സെക്യുലറിസം അഥവാ മതേതരത്വം എന്ന് പറയുന്ന പദം എന്ത് ചെയ്യുന്നത്? കൂട്ടി ചേർക്കുന്നത്. അപ്പോ ആമുഖത്തിലെ പ്രധാനപ്പെട്ട 3 പോയിന്റുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. എന്തെല്ലാമാണ്? പരമാധികാരം, സോഷ്യലിസം, എന്താണ് അടുത്തത്? മതേതരത്വം. ഈ 3 പോയിന്റുകൾ എന്ത് ചെയ്തു? നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത ബാക്കിയുള്ള പോയിന്റുകളുമായിട്ട് ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റു ഭാഗങ്ങളിലുള്ള മറ്റു വിഷയങ്ങളുമായിട്ട് എന്താണ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.